Hello friends, Tips World's പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്ട്സ്ആപ്പിലെ ചെറിയൊരു ട്രിക്ക് ആണ്. ഇതൊരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും മിക്ക സുഹൃത്തുക്കളിലും ഈ ഒരു കാര്യം അറിയണമെന്നില്ല. എന്നാൽ അറിയാത്ത സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കൂടെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് വാട്സപ്പ്. നമ്മൾ സാധാരണ വാട്സപ്പിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇമേജിനെ താഴെയായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് സെൻഡ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു നമ്പറിലേക്കാണ് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാട്സപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അയച്ചിട്ടുള്ള ആ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്താൽ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. കൂടെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ഒരു മെസ്സേജ് സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഫോർവേഡ് എന്ന ഈ ഒരു ആരോ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ആരാണോ അവരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ സെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ടെക്സ്റ്റുകൾ ഒന്നും തന്നെ കൂടെ പോകുന്നില്ല. വെറും നമ്മുടെ ഇമേജ് മാത്രമേ അവിടെ സെൻഡായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ടെക്സ്റ്റുകളും കൂടെ എങ്ങനെയാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുക? അതിനായിട്ടുള്ള ചെറിയൊരു വഴിയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വന്ന ഈ ഒരു മെസ്സേജിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ ഈ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ സുഹൃത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം സെൻഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ സെലക്ട് ചെയ്ത ഇമേജിൻ്റെ കൂടെ താഴെ കാണുന്ന നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളും ആ സുഹൃത്തിനും കൂടി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു ട്രിക്കാണെങ്കിൽ പോലും മിക്ക സുഹൃത്തുക്കൾക്കും ഈ ഒരു കാര്യം അറിയണമെന്നില്ല. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.